വയറ് നിറച്ച് ചോറുണ്ണാൻ നമുക്ക് ഈ ഒരു രസം മാത്രം മതിയാകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും നമുക്കിതിന്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. അതൊന്ന് കുതിർന്ന് വരുമ്പം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത് രണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ ജീരകം ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുന്നവരെ നമുക്കിതൊന്ന് ചെറിയ ചൂടിൽ വെച്ച്, കരിഞ്ഞു പോകരുത്, കരിയാത്ത രീതിയിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കണം. ചെറിയ ചൂടോടുകൂടി നമുക്കിത് പൊടിച്ചെടുക്കാം. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒക്കെ ഇട്ട് പൊടിച്ച് വെക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കല്ലിനകത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ലൊരു വാസന ഇത്. ജീരകം ഇതൊക്കെ കൂടെ പൊടിച്ച് വരുമ്പോഴേ ജീരകവും മുളകും ഈ പാകത്തിൽ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പുളി, നമ്മളെടുത്ത് വെച്ചിരുന്ന പുളി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയായിട്ട് ആദ്യം പിഴിഞ്ഞെടുക്കാം. വീണ്ടും അതേ പുളിയിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞതിലൊഴിച്ച് എടുക്കുക. നമുക്ക് പുളി എത്ര വെള്ളം വേണോ, പുളിയുടെ അധികം പുളി വേണ്ട എന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പാകത്തിലോട് എടുക്കാവുന്നതാണ്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കായം പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ജീരകം, കുരുമുളക് ചേർത്ത് കൊടുക്കാം. എത്ര വിശപ്പില്ലാത്ത സമയത്താണ് നമുക്ക് ഈ വാസന വന്നു കഴിയുമ്പോൾ കഴിക്കാനുള്ളൊരു ഇതുണ്ടാവും അല്ലേ. കുരുമുളകും ഒക്കെ ഉള്ളതുകൊണ്ട് ദഹനത്തെയൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ എരിവൊക്കെ ഒന്ന് പുളിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പക്ഷേ രസത്തിന് നല്ലൊരു രുചി കിട്ടും. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുന്നവരെ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം കരിവേപ്പില, മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. അത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു മുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് ഉലുവ, ഒരു തണ്ട് കരിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. പുളി മാത്രം മതിയല്ലോ ഇതിന്. ഇപ്പം മഴക്കാലങ്ങളിലോ അല്ല നമുക്ക് വയറിന് വിശപ്പില്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു രസം കൂട്ടി ചോറുണ്ണാണെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ രസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി